പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഈ സെപ്റ്റംബർ 25 എറണാകുളം മറൈൻ ഡ്രൈവിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുൻകൈയെടുത്തുകൊണ്ട് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ അമരക്കാരൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അവർകൾ നടത്തിയ ചില പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങൾ നമ്മുടെ മാധ്യമരംഗത്തെ ചില യജമാനന്മാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അത് ആ യജമാനന്മാരെ, ആ വൈതാളികരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ പ്രസംഗം തന്നെയാണ് മറൈൻ ഡ്രൈവ് മൈതാനിയിൽ മുസ്ലിം ലീഗിന്റെ സംഘാടനത്തിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ഐക്യദാർഢ്യ സമ്മേളനം അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യ റാലി എന്ന് പറയുന്നത് ഏതൊരു മർദ്ദിത ജനതയോടാണോ ഐക്യപ്പെടുന്നത്, അവരുടെ വേദനകൾക്കും അവരുടെ യാതനകൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും ഒന്നും അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നന്മയെ സ്നേഹിക്കുന്ന, നീതിബോധമുള്ള, മനുഷ്യസ്നേഹികളായ ആളുകൾ അവർക്ക് കഴിയുന്ന രീതിയിൽ, അവർക്ക് ലഭ്യമായ മാർഗങ്ങളിലൂടെ ആ ജനതയുടെ വേദനയോട് ചേർന്ന് നിൽക്കാൻ, അവരോട് ഐക്യദാർഢ്യപ്പെടാൻ തയ്യാറാവുമ്പോഴാണ് ലോകതലത്തിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിനും മർദ്ദക വീരന്മാർക്ക് എതിരായിട്ടുള്ള ലോക മുന്നേറ്റത്തിനുമുള്ള ഒരു അരങ്ങ് ഒരുങ്ങി വരിക. ആ നിലയ്ക്ക് എറണാകുളം മറൈൻ ഡ്രൈവ് മൈതാനിയിൽ നടന്ന പരിപാടി പൂർണ്ണമായും വിജയമായി. പ്രത്യേകിച്ചും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ ആ പ്രസംഗത്തോടു കൂടി എന്നുള്ളതാണ് ആദ്യമായി ഇവിടെ പറയാനുള്ളത്. ഇവിടെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയെ ഇക്കാര്യത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള, അദ്ദേഹം ചെയ്തത് ഒരു പാതകമായി പോയി എന്ന രീതിയിൽ ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിൽ വന്ന ആ ഒരു റിപ്പോർട്ട് നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിം ലീഗിന്റെ ഗാസ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വംശീയ പരാമർശവുമായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി. ഹിറ്റ്ലറെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് ജൂത വിഭാഗത്തിനെതിരായ പരാമർശം. ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1939-45 കാലത്ത് ജൂതന്മാരെയൊക്കെ നേരത്തെ കുഞ്ഞാലൂർ സാഹിബ് പ്രസംഗിച്ചതുപോലെ ഗ്യാസ് സിലിണ്ടറിലിട്ട് ചുട്ട് കരിച്ചു, ചാമ്പലാക്കി. പക്ഷെ കുറച്ച് ആളുകളെ അദ്ദേഹം മാറ്റി നിർത്തി. അതിൽ ദമ്പതികളുണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ കുറെ ആളുകളെ മാറ്റി നിർത്തി. അവരെ ഉപദ്രവിച്ചില്ല. അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ കൊടുത്തു. അപ്പൊ അന്നത്തെ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചേ ഹിറ്റ്ലറോട്, എവരെ എന്തിനാണ് മാറ്റി നിർത്തിയത്? എവരെയും കൂടെ ആ ഗ്യാസ് സിലിണ്ടറിൽ കയറ്റിയാൻ കരിച്ചു ചാമ്പലായിക്കൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഇവർ വഴി ഈ സമൂഹം ലോകത്ത് പ്രചരിക്കണം, അവരെ കൊണ്ട് ഈ ലോകം പൊറുതിമുട്ടണം, അവരുടെ ശല്യവും അവരുടേതായ ഈ ഉപദ്രവങ്ങളുമൊക്കെ ലോകം കണ്ട് മനസ്സിലാക്കുമ്പോൾ അന്ന് ഈ വർഗത്തോട് ഹിറ്റ്ലർ ചെയ്ത് നീതിയായിരുന്നു എന്ന് അന്നത്തെ ലോകം ബോധ്യപ്പെടുകയും വിലയിരുത്തുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് അവരെ മാറ്റി നിർത്തിയത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലറുമായിട്ട് നെതന്യാഹുവിനെ താരതമ്യപ്പെടുത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് ഫലസ്തീനിൽ ഗസയിൽ നടക്കുന്ന ആ നരഹത്യക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നരാധമനായ നെതന്യാഹുവിനെ ലോക ചരിത്രത്തിൽ താരതമ്യപ്പെടുത്താവുന്നത്, സമീകരിക്കാവുന്നത് ഹിറ്റ്ലറോട് മാത്രമാണ്. അപ്പൊ ഹിറ്റ്ലറെ അല്ലാതെ അവിടെ പരാമർശിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഹിറ്റ്ലറോട് സമീകരിച്ചുകൊണ്ട്, ഹിറ്റ്ലറോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നെതന്യാഹുവിനെ, സിയോണിസ്റ്റുകളെ പരാമർശിച്ചതാണ് ഈ മാധ്യമത്തെ, അതുപോലെയുള്ള ചില കപട മാധ്യമ പ്രവർത്തകരെ, സാംസ്കാരിക നായകന്മാരെ വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ
എന്താണോ പറയേണ്ടത് അത് തന്നെയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞിട്ടുള്ളത്. കേവലം ഒരു നേർച്ച സംഗമമായി, ഒരു നേർച്ച പ്രതിഷേധമായി, ഒരു നേർച്ച ഐക്യദാർഢ്യ പ്രകടനമായി ഒതുങ്ങിപ്പോകുമായിരുന്ന മറൈൻ ഡ്രൈവ് പരിപാടിയെ ശ്രദ്ധേയമാക്കിയത് ഈ വിവാദം തന്നെയാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ഈ മാധ്യമ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ മാധ്യമത്തിന്റെ ആ പ്രതികരണത്തോട് പ്രതികരിച്ചുകൊണ്ട് ഒരാള് നടത്തിയ ചില പരാമർശങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് ഇത്തരുണത്തിൽ കേൾക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ മറൈൻ ഡ്രൈവിൽ ഇന്നലെ നടന്ന മുസ്ലിം ലീഗിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സഫലമായത് ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ ആ പരാമർശങ്ങളോട് കൂടിയാണ്. തൊടിയൂർ അതിന് കാണിച്ച ആർജവും തൻ്റെ ഇടം അത് അഭിനന്ദനാർഹമാണ്. ലോകത്ത് ഇതിനു മുമ്പ് അങ്ങനെ അഭിപ്രായം ശ്രദ്ധേയമായ രീതിയിൽ പറഞ്ഞ ഒരേ ഒരു മുസ്ലിം നേതാവ് ഇറാന്റെ മുൻ പ്രസിഡന്റായിരുന്ന അഹമ്മദി നജ്ജാദാണ്. അഹമ്മദി നജ്ജാദിന് ശേഷം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയാണ് ഈ ഒരു, അതായത് പറഞ്ഞു പതിഞ്ഞ ഒരുപാട് ആളുകൾ നിരന്തരം ആവർത്തിച്ച് ഒരു പ്രാപഞ്ചിക സത്യം പോലെ ആക്കി തീർത്ത ഒരു മിഥ്യാധാരണയെ കടപുഴക്കി സത്യം അതിൻ്റെ മറുവശമാണ്, സത്യം അതിൻ്റെ എതിർദിശയിലാണ് ഉള്ളത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അനാവരണം ചെയ്ത ആ അഹമ്മദി നജ്ജാദ് അതിനുശേഷം എറണാകുളം മറൈൻ ഡ്രൈവിൽ ആ ഒരു പരാമർശത്തിലൂടെ അദ്ദേഹം അത് ലോകത്തിൻ്റെ മുമ്പിൽ, രാജ്യത്തിൻ്റെ മുമ്പിൽ, കേരളീയർക്ക് മുമ്പിൽ അനാവരണം ചെയ്യാൻ കാണിച്ച ആ തൻ്റെ ഇടം വളരെ പ്രശംസനീയമാണ്. ആ പ്രസംഗം ആരെങ്കിലും വിവാദമാക്കുന്നുവെങ്കിൽ അത് വിവാദം ആകുന്നത് നല്ലതുമാണ്. കാരണം ഇന്ന് ലോകത്തിനൊരു പുതിയ തിരിച്ചറിവാണ് ആ പരാമർശം നൽകുന്നത്. ലോകം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഭീഷണി എന്താണ് എന്നുള്ളത് തുറന്നു പറയുകയാണ് തൊടിയൂർ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രാഷ്ട്രത്തലവനും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി കാണിച്ചത് വളരെ അഭിനന്ദനാർഹമായ പ്രശംസനീയമായ ഒരു ആർജവമാണ്, തൻ്റെ ഇടമാണ്. സാധാരണഗതിയിൽ ലോകതലത്തിൽ ഇസ്രായേലിന് ഇഷ്ടപ്പെടാത്ത പരാമർശങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ RSSന് അഹിതകരമാകുന്ന പരാമർശങ്ങൾ നടത്താനോ ആർജവം കാണിക്കുന്ന, തൻ്റെ ഇടം കാണിക്കുന്ന വ്യക്തിത്വങ്ങൾ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാഹിത്യരംഗത്തും കലാരംഗത്തും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവര് അനീതിയുടെ, അക്രമത്തിന്റെ, വംശഹത്യയുടെ, ഫാസിസത്തിന്റെ, നരഹത്യയുടെ വക്താക്കൾ, അതിന്റെ പ്രയോക്താക്കൾ ആരാണോ അവരെ സുഖിപ്പിച്ചുകൊണ്ട് കലയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ ആർജിക്കാവുന്നതെന്തോ അത് നേടിയെടുക്കുക എന്നുള്ളതിലാണ് പലരും കേന്ദ്രീകരിക്കാറുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ മാർഗദർശിയായ, നാം ഏവരുടെയും മാർഗദർശിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നുള്ള ആ പ്രവാചക സൂക്തത്തോട് വളരെ നീതി പുലർത്തിയിരിക്കുകയാണ്. ഇവിടത്തെ ഇന്നത്തെ ലോക വ്യവസ്ഥയുടെ, ലോകക്രമത്തിന്റെ നടത്തിപ്പുകാർക്ക് അരോചകമായി തോന്നുന്നതെന്തോ സിയോണിസ്റ്റുകൾക്കും അതുപോലെ ഗസയിലെ നരഹത്യയ്ക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന, അവരോട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഐക്യപ്പെടുന്ന വൈതാളിക ശക്തികൾ ആരോ അവരെ അലോസരപ്പെടുത്തുമാർ വളരെ കൃത്യമായ തരത്തിൽ ഹിറ്റ്ലറോട് നെതന്യാഹുവിനെ, അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്ന നരഹത്യയെ ഹിറ്റ്ലറുടെ ആ വംശീയ ഉന്മൂലനത്തോട് താരതമ്യപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച ആ തൻ്റെ ഇടം ഇവിടെ ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇവിടെ ഹിറ്റ്ലർ താൻ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആരെയാണോ അവരിൽ ചിലരെ അദ്ദേഹം ജീവിക്കാൻ അനുവദിച്ചു.
വേണമെങ്കിൽ അവരെ കൂടി കൊന്നുകളയാൻ ഹിറ്റ്ലർക്ക് കഴിയുമായിരുന്നു. പക്ഷേ കൊല്ലാൻ കഴിയുമായിരുന്നിട്ടും ആ സാധ്യത, ആ കഴിവ് ഉപയോഗപ്പെടുത്താതെ അവരെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തത് എങ്കിൽ തനിക്ക് കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നെതന്യാഹു ഇപ്പൊ കൊല്ലാത്ത ആളുകളെ കൊല്ലാതിരിക്കുന്നത്. അല്ലാതെ അവരെയും കൂടി കൊല്ലണമെന്ന് മൂപ്പർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വംശീയ ദർശനത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വിശാല ഇസ്രായേലിനെ കുറിച്ചുള്ള അറബ് ഭൂമി മുഴുവൻ, ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ തങ്ങളുടെ അധീശത്വത്തിൽ വരുത്താൻ വിഭാവന ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അറബികളെ മുഴുവൻ കൊല്ലുക, മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. അത് നെതന്യാഹു നടത്താതിരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അതും കൂടി അദ്ദേഹം ചെയ്തേനെ. എന്നാൽ ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കൊല്ലാൻ കഴിയുമായിരുന്ന ആളുകളെ ഒരു പ്രത്യേക ദീർഘദർശനത്തിന്റെ പേരിൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് കൊല്ലാതെ അവശേഷിപ്പിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മൗലവി മറൈൻ ഡ്രൈവിൽ സൂചിപ്പിച്ചത്. ഇതെല്ലാം ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗസയെക്കുറിച്ചുള്ള, ഫലസ്തീനെ കുറിച്ചുള്ള, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ആ ചർച്ചകൾക്കൊക്കെ ഗതിവേഗം പകരുന്ന, നമ്മുടെ സമൂഹത്തിന്റെ ചർച്ചയ്ക്ക് ഒരു കൃത്യമായ ഗതി നിർണയിച്ചു കൊടുക്കുന്ന, മാർഗദർശനം നൽകുന്ന, തിരിച്ചറിവ് പകരുന്ന പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ദക്ഷിണ കേരള ജമിയത്തുലമയുടെ നേതാവായതിൽ, ദക്ഷിണ കേരള ജമിയത്തുലമയുടെ അനിഷേധ്യനായ അമരക്കാരനായതിലുള്ള ആ അഭിമാനം ഒന്നുകൂടി പ്രകടിപ്പിച്ചുകൊണ്ടും അള്ളാഹു അദ്ദേഹത്തെ അവന്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊണ്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.